श्रीहरये नमः। नारायण अखिलगुरो भगवन्नमस्ते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 57ാമത്തെ ദശകത്തില് പ്രലംബാസുരവധമാണ് വർണ്ണിക്കാൻ പോകുന്നത്. അതായത് വേനൽക്കാലം തുടങ്ങി. നല്ല വേനൽക്കാലം തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും നല്ല ഉത്സാഹം. ആ ഉത്സാഹത്തിൽ കൃഷ്ണനെ പിന്തുടർന്നുകൊണ്ട് ഗോപന്മാരും പശുക്കളൊക്കെ ഉണ്ട്. കൃഷ്ണനെ പിന്തുടരുന്ന കംസകിങ്കരന്മാർക്കും യാതൊരു കുറവുമില്ല. കംസകിങ്കരന്മാർ ഓരോരുത്തരായിട്ട് കൃഷ്ണനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കൽ പ്രലംബൻ എന്നൊരു അസുരൻ ഭഗവാനെ പിന്തുടർന്നു വന്നു. ആ പ്രലംബൻ വന്നപ്പോ ഒരു ട്രിക്ക് എടുത്തു. ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ടവരാണല്ലോ ഗോപബാലകന്മാര്. അതുകൊണ്ട് താനും ഒരു ഗോപബാലന്റെ രൂപം എടുത്തുകൊണ്ടാണ് വന്നത്. പ്രലംബൻ ഒരു ഗോപകുമാരൻ എന്നുള്ള മട്ടിൽ പ്രലംബൻ ഇവിടേക്ക് വന്നു. ഗോപനായി വന്ന അവനെയും ഭഗവാൻ തിരിച്ചറിഞ്ഞു. സർവസാക്ഷിയായ ആ ഭഗവാനെ എന്താ തിരിച്ചറിയാൻ പറ്റാതിരിക്കുക? അതുകൊണ്ട് തന്നെ സർവസാക്ഷിയായ ഭഗവാൻ ആ ഗോപനെയും തിരിച്ചറിഞ്ഞു. ഇനി അവര് രണ്ടുപേരും കൂടെയുള്ള മൽപ്പിടുത്തക്കളി ആരംഭിക്കണം. അതിനുള്ള ഏർപ്പാടുകളാണ് ചെയ്തത്. എന്ത് ചെയ്തു? 2 സെറ്റായിട്ട് കളി ആരംഭിച്ചു. അതിൽ ഒരു സെറ്റ് ബലരാമന്റെ നേതൃത്വത്തിൽ, മറ്റൊരു സെറ്റ് ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ. ദ്വന്ദ്വയുദ്ധം ആരബ്ധാഹാണ്. ദ്വന്ദ്വയുദ്ധമാണ്. ഇതൊക്കെ മല്ലയുദ്ധത്തിനുള്ള പ്രാക്ടീസാണ് കേട്ടോ. ഇങ്ങനെ ദ്വന്ദ്വയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് നിബന്ധന വെച്ചു, എന്ത് ചെയ്യണം? ആരാണോ ഈ ഇതില് ജയിച്ചവനെ തോറ്റവൻ എടുത്ത് നടക്കണം. ഇതാണ് നിബന്ധന. അതാണ് അതിനുള്ള ശിക്ഷ. തോറ്റു കഴിഞ്ഞാൽ ജയിച്ച ആളെ ചുമന്നുകൊണ്ട് നടക്കണം. അതിനൊരു സ്ഥലം വെച്ചിരുന്നു, ഒരറ്റം, അവർക്ക് എത്തിപ്പിടിക്കേണ്ടതായ ഒരു സ്ഥലം. അവിടെ വരെ തോളിലേറ്റിക്കൊണ്ട് നടക്കണം. അപ്പൊ ജയിച്ചവനെ എടുത്തുകൊണ്ട് വേണം നടക്കാൻ. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? എല്ലാം തന്നെ ഭഗവാൻ ചെയ്തു കാണിക്കുന്ന ആളാണല്ലോ ആദ്യം. അതുകൊണ്ട് തന്നെ തന്റെ സെറ്റില് ശ്രീകൃഷ്ണൻ അങ്ങട് തോറ്റുകൊടുത്തു. തോറ്റുകൊടുത്തപ്പോഴെന്തായി? ജയിച്ചവനായ സുധാമാവിനെയും എടുത്തുകൊണ്ട് നടന്നു. ഭക്തദാസതാം പ്രണയം എന്നാ പറഞ്ഞ ഭക്തദാസനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. ഇവിടെ വന്ന ഗോപൻ നോക്കി പേടിച്ചു കൃഷ്ണനെ കണ്ടപ്പോ. അപ്പൊ സെറ്റ് മാറി നിന്നു. കാരണം കൃഷ്ണന്റെ സെറ്റിൽ നിന്നു. കൃഷ്ണന്റെ സെറ്റിൽ നിന്നാൽ സൗകര്യമായല്ലോ. എതിർകക്ഷിയിലുള്ളവരെയല്ലേ തോറ്റവരെ എടുത്തുകൊണ്ട് പോണ്ടു. തോറ്റവര് ജയിച്ചവരെ എടുത്തുകൊണ്ട് പോണ്ടു. അതുകൊണ്ട് തന്നെ അങ്ങനെ നിന്നു. ബലരാമനാണ് പ്രലംബനുമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ ജയിച്ചത്. അപ്പൊ പ്രലംബന് ബലരാമനെയും ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു പ്രശ്നം. ബലരാമനെയും കൊണ്ട് ചുമന്നു നടന്നു. ആ പറഞ്ഞ അതിർത്തിയും വിട്ട് പോവുകയാണ്. പോകുമ്പോ ബലരാമൻ എന്ത് ചെയ്തു? തന്റെ ശരീരത്തെ മുഴുവൻ ബലമുള്ളതാക്കി കാണിച്ചു. ഭാരം ചുമക്കാൻ പറ്റാണ്ടാണ് എടുത്തുകൊണ്ട് നടക്കുന്നത്. ഉടനെ പ്രലംബൻ എന്ത് ചെയ്തു? തന്റെ ശക്തി മുഴുവൻ പുറത്തേക്ക് എടുത്തു. വലിയ രൂപത്തെ പ്രാപിച്ചു. വലിയ രൂപത്തെ പ്രാപിച്ചുകൊണ്ടാണ് ബലരാമനെ ചുമന്നുകൊണ്ട് പോകുന്നത്. പെട്ടെന്ന് ബലരാമന് പോലും പേടി തോന്നിക്കുന്ന ഒരു രൂപം. പക്ഷെ നല്ല ഉയരത്തിലല്ലേ പോണത്. ആ ഉയരത്തിൽ പോകുന്നതായ അസുരൻ ചുമലിൽ കയറ്റിയിരിക്കുന്നത് ബലരാമനെ. അതുകൊണ്ട് ബലരാമനെ ആ അറ്റത്തിൽ കളിക്കുന്ന കൃഷ്ണനെ നന്നായിട്ട് കാണാം. കൃഷ്ണനെ അങ്ങോട്ട് നോക്കിയതോടുകൂടി കൃഷ്ണന്റെ ഇംഗിതം മനസ്സിലാവുകയും ശ്രീകൃഷ്ണനെ കണ്ടതോടുകൂടി ഉള്ളിൽ ഒരു ഉൾക്കരുത്ത് വരികയും ചെയ്തു. ആർക്ക്? ബലരാമന്. ബലരാമൻ മുഷ്ടി കൊണ്ട് തല ഇടിച്ചു പൊളിച്ച് ആ
പ്രലംബനെ വധിച്ചു. ആ ഭാഗമാണ് ഇന്നത്തെ 57ാമത്തെ ദശകത്തിൽ നമുക്ക് വർണ്ണിക്കാനുള്ളത്. ഇതിലെ ഗീതി എന്നാണ് വൃത്തം. ഇതില് പ്രതിപാദ്യം പ്രലംബാസുരനെ കൊല്ലുക എന്നത്. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 18ാം അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം തൊട്ട് പിന്നെ ഒരു 16 ശ്ലോകങ്ങളാണ് ഇതിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. ഇതിൽ എന്താ ഒരു കാര്യം ചെയ്തതെന്നറിയോ? പ്രലംബൻ എന്ന് പറഞ്ഞാൽ തന്നെ ലംബം എന്ന് പറഞ്ഞാൽ നീളമുള്ളത് എന്നർത്ഥം. ലോകത്തിലെ നീളമുള്ളത് ഏതാന്ന് ചോദിച്ചു. ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ഏതാന്ന് ചോദിച്ചു? ആശ അല്ലെ? ആശകളാണ് നീളം. ഒരാശ കഴിഞ്ഞാ അതിന്റെ നീളം കുറഞ്ഞു എന്ന് വിചാരിച്ചാൽ ഇരട്ടിയായിരിക്കും നീളം. പിന്നെ അടുത്തത് ആശയ്ക്ക് അളവില്ല. ആശയെ ജയിക്കാൻ സാധാരണക്കാരെ കൊണ്ട് പറ്റുമില്ല. അത് കാണിക്കാനായിട്ട് ഭഗവാൻ, എല്ലാം ഭഗവത് ലീലയാണല്ലോ, ബലരാമനെയാണ് നിയോഗിച്ചത്. ആരെ? പ്രലംബനെ കൊല്ലാൻ. ബലമുള്ളവനാണ് ബലരാമൻ. മനോബലമുണ്ടെങ്കിലേ ആശയെ ജയിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രലംബൻ എന്ന അസുരൻ, ഇതൊക്കെ വെറും ഒരു സിമ്പിളാണ്. ഓരോ നമുക്ക് കാണിക്കുമ്പോ രാക്ഷസൻ എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ഇതൊക്കെ നമ്മളുടെ മനോവികാരങ്ങളാണ്. പ്രലംബനെ കൊല്ലാനായിട്ട് ബലരാമനെ ഏൽപ്പിച്ചു. കാളിന്തിയിലേക്ക് പോയപ്പോഴ്, കാളിയദമനത്തിന് പോയപ്പോ ബലരാമനെ കൂടെ കൊണ്ടുപോകാതൊക്കെയാണ് പോയത്. ഇപ്പൊ അങ്ങനെയല്ല, രാമസഖനായിട്ട് തന്നെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് ശ്ലോകം. രാമസഖക്വാഭിദിനേ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനുഭിരവി ഗോപാനാം ധേനുഭിരവി സംവൃതോ ലസദ്വേഷ. രാമസഖഃ ഖ്വാബി ദിനേ കാമദ ഭഗവൻ ഗതഃ ഭവാൻ വിപിനം സൂനുഭിഃ അഭി ഗോപാനാം ധേനുഭിഃ അഭിസംവൃതഃ ലസദ്വേഷഃ. ഇതൊക്കെയാണ് പദം. എന്താണ് ഇത്? ക്വാബി. പിന്നെ ഒരു ദിവസം, ഏതോ ഒരു ദിവസം, ഇന്ന ഡേ എന്ന് പറഞ്ഞില്ല, ഒരു ദിവസം. ക്വാബി ദിനേ, ഏതോ ഒരു ദിവസത്തിൽ ഭഗവാനെ ഒന്നിച്ച് സംബോധന ചെയ്യാം, അല്ലെങ്കിൽ വേറെ വേറെ സംബോധന ചെയ്യാം. ഇതിലെ എന്താ പറഞ്ഞത്? കാമദ എന്ന് വേറെ എടുത്ത് പറയാം. കാമത്തെ നൽകുന്നവൻ, ആഗ്രഹങ്ങളെ നമുക്ക് നൽകുന്നതായ ഭഗവാനെ എന്ന് സംബോധന. ഭഗവൻ 6 ഗുണങ്ങളും ഉള്ളവനെ എന്നൊരു സംബോധന. രണ്ടും കൂടി ചേർത്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കാമദ ഭഗവൻ, എല്ലാ ആഗ്രഹങ്ങളെയും തരുന്ന ഭഗവാനെ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. രണ്ടെണ്ണമായിട്ട് പറഞ്ഞാലും തെറ്റില്ല. കാമദ എന്ന് വേറെ എടുക്കാം, ഭഗവൻ എന്ന് വേറെ എടുക്കാം. ആ ഭഗവാനെ ഭവാൻ എന്ന് പറഞ്ഞ, ഇത്രയും നാള് ത്വം ത്വം എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ ഭവാനാക്കി. ഭവാൻ ത്വം നല്ല ക്രിയാരൂപം വരുമ്പോ മാറും. അതിനാണ് ഈ പറഞ്ഞത്. ത്വന്ന് വരുമ്പോ മധ്യമ പുരുഷൻ വരണം. ഭവാൻ എന്ന് പറയുമ്പോ പ്രഥമ പുരുഷൻ വന്നാ മതി. ഇവിടെ പറയണ ഭവാൻ, അങ്ങ് എന്ത് ചെയ്യുന്നു? രാമസഖഃ, രാമൻ സഖാവായിട്ടുള്ളവനായിട്ട്, രാമനെ കൂട്ടുപിടിച്ചുകൊണ്ട്. രാമഃ സഖാ യസ്യ സഖ രാമസഖഃ. ഗൗർവീ സമാസമായിട്ട് പറഞ്ഞു. രാമൻ സഖാവായിട്ട് ആർക്കുണ്ടോ അവൻ രാമസഖൻ. രാമനെ കൂട്ടുപിടിച്ചുകൊണ്ട്. പിന്നെ എങ്ങനെ പോയി? ലസദ്വേഷഃ, നല്ല മനോഹരമായ വേഷങ്ങളാണ് ഇരിക്കുകയാണ്. അതും യശോദ അലങ്കരിച്ചു വിട്ടിരിക്കുകയാണ് കുട്ടനെ, അല്ലെ? മനോഹരമായ വേഷം ധരിച്ച്, പീലി കെട്ടി, കഴുത്തില് മാലകളൊക്കെ അണിയിച്ച്, കണ്ണെഴുതി, പൊട്ടുതൊട്ട്, അങ്ങനെ ഗോപിക്കുറിയൊക്കെ ചാർത്തി മനോഹരമായ രൂപം പൂണ്ടവനായ ആ ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്കല്ല പോയത്. സൂനുഭിഹി ഗോപാനാം, ഗോപാനാം സൂനുഭിഹി. സൂനു എന്ന് വെച്ചാൽ പുത്രൻ എന്നർത്ഥം. സൂനുഭിഹി, പുത്രന്മാരോടൊപ്പം. ആരുടെ പുത്രന്മാരോടൊപ്പം? ഗോപാനാം സൂനുഭിഹി, ഗോപന്മാരുടെ പുത്രന്മാരോടൊപ്പം. പോരാ, ധേനുഭിഹി. ധേനുഹു, ധേനു, ധേനവഹാന്ന് സ്ത്രീലിംഗം. ധേനുഭിഹി, പശുക്കളോടുമൊപ്പം. ഗോപ ബാലകന്മാരുമുണ്ട്, പശുക്കളുമുണ്ട്. അബി, ധേനുഭിഹി അബി എന്ന് പറഞ്ഞു. ഇവിടെ ഏറ്റവും പ്രത്യേകത എന്താച്ചാ, പോകുന്നവരൊക്കെ അഭിസംവൃത എന്നാ പറഞ്ഞു. ഭഗവാന് ചുറ്റുമായിട്ടാണ് അവര്. ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ
ഭഗവത് സ്വരൂപത്തെ ആസ്വദിച്ചുകൊണ്ടാണ് അത്രേ ഗോപബാലകന്മാരും ഈ പശുക്കളും പോകുന്നത്. അതുകൊണ്ടാണ് അഭിസംവൃത എന്ന് പറഞ്ഞത്. വെറുതെ സംവൃത എന്ന് പറയാണ്ട് അഭിസംവൃത. ആ ചുറ്റിക്കൊണ്ട് തന്നെ ഗോപകുമാരന്മാരും ഗോക്കളും ഭഗവത് രൂപ സൗന്ദര്യത്തിൽ അങ്ങോട്ട് മുഴുകി അതിങ്ങനെ ആസ്വദിക്കുന്ന പാനം ചെയ്യുന്ന കണ്ണുകളുമായിട്ടാണ് അത്രേ സഞ്ചരിച്ചത്. അങ്ങനെ അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? അവരെല്ലാവരോടും കൂടിച്ചേർന്ന ലസദ്വേഷ രാമസഖ ഭവാൻ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്നാ പറഞ്ഞത്, ത്വന്ന് പറഞ്ഞില്ല. ഭവാൻ എന്ത് ചെയ്തു? വിപിനം ഗതഃ, കാട്ടിലേക്ക് പോയി. അന്ന് വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ കൂടെ കുറെ ഗോപബാലന്മാരുമുണ്ട്, മെയിനായിട്ട് ബലരാമനും ഉണ്ട്. ബലരാമനോട് കൂടി ചേർന്ന് ഗോപന്മാരോടൊപ്പം പശുക്കളോടൊപ്പം അവർ ഭഗവാന്റെ രൂപസൗന്ദര്യത്തിൽ മുഴുകി ആസ്വദിച്ചു കൊണ്ടിരിക്കെ ഭഗവാൻ കാട്ടിലേക്ക് വന്നു ചേർന്നു. ഇതാണ് അർത്ഥം. രാമസഖഃ ക്വാപി ദിനേ കാമദ ഭഗവൻ ഗതഃ ഭവാൻ വിപിനം സൂനുഭിഃ അഭി ഗോപാനാം ധേനുഭിഃ അഭിസുമ്രതഃ രസദ്വേഷഃ. ക്വാപി ദിനേ കാമദ ഭഗവൻ ഭവാൻ ലസദ്വേഷഃ രാമസഖഃ ഗോപാനാം സൂനുഭിഃ ധേനുഭിഃ അഭിസംവൃതഃ വിപിനം ഗതഃ. ഒരു ദിവസം എല്ലാ അഭീഷ്ടങ്ങളെയും നൽകുന്ന ഭഗവാനെ അങ്ങ് നല്ല മനോഹരമായ വേഷവിധാനങ്ങളോടുകൂടി ബലരാമന്റെ കൂട്ടോടുകൂടി ഗോപന്മാരും പശുക്കളും അങ്ങയുടെ രൂപസൗന്ദര്യത്തിൽ മുഴുകി ആസ്വദിച്ചുകൊണ്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിലേക്ക് പോയി. ഇതാണ് അർത്ഥം. അപ്പണ്ട് കൂട്ടില് അവിടെ പോകുന്ന സമയത്ത് വളരെ മനോഹരമാണ് ഭാഗവതത്തിൽ ആ വർണ്ണന. ബലരാമന് കാനന സൗന്ദര്യമൊക്കെ കാട്ടിക്കൊടുക്കണം. എന്നിട്ട് പറയണ, ബലരാമ കണ്ടില്ലേ നിന്നെ നമിക്കുന്ന ഈ വൃക്ഷങ്ങളെ നോക്ക്. ഈ വൃക്ഷങ്ങൾ നിന്നോടാണ് കൂടുതൽ പ്രതിപത്തി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബലരാമനെ ഇങ്ങനെ പൊക്കി കൊണ്ടുവരണം. ഒരു വലിയ കാര്യം ബലരാമനെ കൊണ്ട് നടത്താനുണ്ട്. അപ്പൊ ബലരാമനെ അങ്ങടെ പ്രേരിപ്പിക്കണം. ആ പ്രേരണ കിട്ടിയാലല്ലേ എല്ലാവർക്കും ഉഷാറാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കാടിന്റെ ഭംഗി കാണിച്ചുകൊണ്ട് വർണ്ണിക്കുന്നത്. ഇവിടെ അങ്ങനെ പറഞ്ഞില്ല, കാടിന്റെ ഭംഗി കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. നോക്കിക്കോളാം. സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹബാലൈഃ ബാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. എന്ത് ചെയ്തു? സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈഃ സഹ ബാലൈഃ ബാണ്ഡീരകം ആഗമഃ വടം ക്രീഡൻ എന്ന പദങ്ങൾ പറയണ. സന്ദർശയൻ ബലായ എന്തിനെ കാണിച്ചു കൊടുത്തു? വൃന്ദാവനശ്രിയം വിമല. വിമലാം വൃന്ദാവനശ്രിയം, മനോഹരമായ വൃന്ദാവനത്തിന്റെ ഭംഗി എന്ത് ചെയ്തു? ബലായ സ്വൈരം സന്ദർശയൻ, ബലനെ സ്വൈരമായിട്ട് ബലനോട് കൂടി ചേർന്ന് അധികം തിരക്കും തിക്കൊന്നില്ലാതെ വൃന്ദാവനത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വർണ്ണിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് പോവുകയാണ്. ആരോടൊക്കെ കൂടെ അങ്ങനെ പോകുമ്പോ ബാലൈഹി, ബാലന്മാർ കൂടിയുണ്ട്. ആ ബാലന്മാർ എങ്ങനെയുള്ളവരാണ്? കാണ്ഡീരൈഹി ബാലൈഹി, കയ്യിൽ വടിയും പിടിച്ച ബാലന്മാരാ. പശുക്കളെ മേക്കട്ടെ, പശുക്കുട്ടികളെ. എല്ലാവരുടെ കയ്യിൽ ഓരോ ചൂരലുണ്ട് അല്ലെ? അങ്ങനെ കാണ്ഡീരൈഹി ബാലൈഹി, കയ്യിൽ വടിയും കയ്യിലെടുത്ത കുട്ടികളോടുകൂടി സഹ ക്രീഡന് കളിക്കുകയാണ്. എങ്ങനെ കളിക്കും? പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ചിലപ്പോ അവരുടെ കയ്യിലുള്ളതായ വടി ഒളിപ്പിച്ചു വെക്കും. ഒളിപ്പിച്ചു വെക്കുമ്പോ അത് എടുത്തു കൊടുക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കും. കിട്ടിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടി വരും. ഉടനെ ശ്രീകൃഷ്ണനെ ഒന്ന് തൊടും. ചിലപ്പോ എന്ത് ചെയ്യും? മഞ്ചാടി കുരുകളൊക്കെ കിട്ടും. അതൊക്കെ കോർത്ത് മാല ഉണ്ടാക്കും. എന്നിട്ട് കഴുത്തിലണിയും. അപ്പോഴാണ് കുയിലുകൾ പറക്കുന്നത് കാണുക. കുയിലുകളുടെ ശബ്ദത്തിനനുസരിച്ച് ഇവരും ശബ്ദം ഉണ്ടാക്കും. അപ്പൊ കുയിലുകൾ പറക്കുന്നതിനോടൊപ്പം ഇവരോടും. ഇടയ്ക്ക് സിംഹഗർജനം ചെയ്ത് കൂട്ടുകാരെ ഭയപ്പെടും.
ഭഗവാന്റെ പോക്ക്. പോയി പോയി അവരെത്തി വടം, ബാണ്ഡീരകം വടം. ബാണ്ഡീരകം എന്ന് പേരായ വടം, ഒരു വലിയ പേരാ വൃക്ഷമുണ്ട്. അതിന്റെ ചുവട്ടിലേക്ക് ആഗമഹ, അങ്ങ് എത്തിപ്പോയി എന്ന്. ഇവര് വൃന്ദാവനത്തിലെ മനോഹരമായ വിമലമായ കാന്തിയെ ബലരാമന് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നതായ ഭഗവാൻ വടിയും പിടിച്ചു നടക്കുന്ന ആ ഗോപബാലന്മാരോടൊപ്പം കളിച്ച് കളിച്ച് ബാണ്ഡീരകം എന്ന് പേരായ പേരാൽ മരത്തിന്റെ ചുവട്ടിലേക്ക് വന്നു ചേർന്നു. എന്തൊക്കെയാണ് നോക്കൂ. വിമലാം വൃന്ദാവന ശ്രീയം, ശ്രീ എന്നുള്ള സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് വിമലാം എന്ന് പറഞ്ഞു. വിമലാം വൃന്ദാവന ശ്രീയം ബലായ സ്വൈരം സന്ദർശയൻ കാണ്ഡീരൈഹി ബാലൈഹി സഹ ക്രീഡൻ ബാണ്ഡീരകം വകം വടം ആഗമഹ. ഇവിടെ സന്ദർശയൻ, ക്രീഡൻ എന്ന് രണ്ട് സ്വതൃപ്രത്യയം പ്രയോഗിച്ചു. കാണിച്ചു കൊടുത്തുകൊണ്ട്, കളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ബാണ്ഡീരകം എന്ന പേരാലിന്റെ ചുവട്ടിലേക്ക് ആഗമഹ എത്തിച്ചേർന്നത്. വിമലാം വൃന്ദാവനശ്രിയം ബലായ സ്വൈരം സന്ദർശയന് കാണ്ഡീരൈഹി ബാലൈഹി സഹ ക്രീഡന് ബാണ്ഡീരകം വടം ആഗമഹ. ആഗമദ്, ആഗമദാം, ആഗമൻ, ആഗമഹ, ത്വം ആഗമഹ. ലുങ്ലകാരമാണ്. ഭഗവാൻ എന്തിനാണ് പശുക്കളെ മേച്ചു നടന്നു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? ഭഗവാന്റെ ലക്ഷ്യം മുഴുവൻ ദുഷ്ടന്മാരെ ഹനിക്കലാണ്. അതിനൊരു എന്താണ്, ഒരു ഇടപാട് അല്ലെങ്കിൽ എന്താ പറയുക, അതിനൊരു മീഡിയമാണ് ഈ പശുക്കളെ മേയ്ക്കുന്നത്. പശുക്കളെ മേച്ചുകൊണ്ട് പോകുമ്പോ അവിടെ ഓരോരുത്തർ പ്രത്യക്ഷപ്പെടും, അവരവരവരൊക്കെ നശിപ്പിക്കണം. ഇതാണ് ഭഗവാന്റെ ലക്ഷ്യം. അന്നും ഇതറിയാം. അതുകൊണ്ടാണ് രാമസഖനായിട്ട് തന്നെ പോയത്. മാത്രല്ല രാമനെ പ്രേരിപ്പിച്ച് നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഉത്സാഹഭരിതനാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ എന്തുണ്ടായി എന്ന് പറയാണ്. അന്നത്തെ കളിക്കാനുള്ള സ്ഥലം ആ പേരാൽ ചുവടായിരുന്നു. ബാണ്ഡീരകത്തിനാണ് അവർ കളിക്കാൻ തീരുമാനിച്ചത്. പേരാലിന്റെ ചുവട് എന്ന് പറഞ്ഞാൽ നല്ല വനസ്പതിയിലെ വലിയ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷം. അതിന്റെ അടിയിൽ ചെന്നിരിക്കുമ്പോ തണുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചൂടുണ്ടാവില്ല. കുട്ടികൾക്ക് ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനും ഒക്കെ നല്ല സ്ഥലമാണത്. അപ്പോഴേക്ക് എന്തുണ്ടായി? സ്പൃഹയാലു ഗോപമൂർത്തിരദയാലുഹു ദൈത്യ പ്രലംബനാമ പ്രലംബബാഹും ഭവന്തമാവേദേ. അന്ന് എന്താ ഉണ്ടായത്? താവത്, അപ്പോഴേക്കും താവക നിധന സ്പൃഹയാലുഹു ഗോപമൂർത്തി ആദയാലുഹു ദൈത്യ പ്രലംബനാമ പ്രലംബബാഹും ഭവന്തം ആപേദേ. എന്തുണ്ടായി? ആപേദേ, പ്രാപിച്ചു എന്നാണ്. ഭവന്തം ആപേദേ എന്നാ പറഞ്ഞ, അങ്ങയുടെ അടുത്തേക്ക് എത്തി. ആരാണ് എത്തിയത്? പ്രലംബനാമ ദൈത്യ. പ്രലംബൻ എന്ന് പേരായ അസുരനാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത്. അങ്ങ് എങ്ങനെയുള്ളവനാണ്? പ്രലംബൻ ഈക്വൽ ആയിട്ട് തന്നെ പ്രലംബബാഹും, നല്ല നീണ്ട കൈകളുള്ളവനാ. പ്രലംബോ നാമ ദൈത്യ പ്രലംബബാഹും ഭവന്തമാവേദേ. പ്രലംബൻ എന്ന് പേരായ അസുരൻ പ്രലംബബാഹുവായ നീണ്ട കൈകളുള്ളതായ അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അവൻ എങ്ങനെ എത്തിച്ചേർന്നത്? ഗോപമൂർത്തി, ഗോപമൂർത്തിയായിട്ടാണ് വന്നത്. അവിടെയാണ് ഏറ്റവും പ്രത്യേകത. ഗോപകുമാരനെ പോലെ അവിടെ വന്നു. ഇതുവരെ ആരും കാണിക്കാത്ത ട്രിക്ക്, അല്ലെങ്കിൽ ആരും എടുക്കാത്ത വേഷം അല്ലെ? മറ്റുള്ളവരൊക്കെ ഒരാള് കൊക്കായിട്ട് വന്നു, ഒരാള് മലമ്പാമ്പായിട്ട് വന്നു, വേറൊരുത്തൻ കുരങ്ങിന്റെ വേഷത്തില, കുറുക്കന്റെ വേഷത്തിൽ വന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ വേഷത്തിലാ. അവിടുത്തെ പശുക്കിടാവായിട്ട് വന്നു. ഇവിടെ താൻ എല്ലാവരെയും കവച്ചു വെച്ചു എന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത്. ഗോപമൂർത്തി, ഗോപന്റെ തന്നെ ഒരു രൂപം ധരിച്ചിട്ടാണ് ആ പ്രലംബൻ എന്ന അസുരൻ വന്നത് അല്ലെ? ആ പ്രലംബൻ എങ്ങനെയുള്ളവനാണ് എന്ന് ചോദിക്കാണ്. ഗോപമൂർത്തി ആയാൽ അങ്ങയെ കൊല്ലാൻ എളുപ്പമാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവിടെ നാരായണ ഭട്ടതി മനോധർമ്മം അനുസരിച്ച് പറയണ സ്പൃഹയാലുഹു, കൊതി പൂണ്ടവനായിട്ടാണ് വന്നത്. എന്തിനാണ് കൊതി ആ പ്രലംബന്? താപക നിധന സ്പൃഹയാലുഹു,
അങ്ങയെ കൊല്ലാൻ എളുപ്പം എന്ന് വിചാരിച്ചു. കോപമൂർത്തിയായിട്ട് വന്ന അങ്ങയുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങയെ കൊല്ലാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് സ്പൃഹ മൂത്തു. അത്യാഗ്രഹം മൂത്തിട്ടാണ് വന്നത് എന്ന് കൊതിച്ചുകൊണ്ടാണ് അത്ര വന്നത്. സ്പൃഹയാലു എന്നുള്ള പദം അതിമനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. എന്താ കാരണം? അദയാലു ആണ്, എന്നിട്ട് സ്പൃഹയാലു ആയിട്ട് വന്നിരിക്കുക. ദയാന്നുള്ളത് അടുത്തേക്ക് കൂടെ പോയിട്ടില്ല. ആ ദയാലുഹു, ദയയെ ഇല്ലാത്തവനായ ആ പ്രലംബൻ എന്ന ദൈത്യൻ അങ്ങയെ കൊല്ലാൻ കൊതിപൂണ്ടവനായിട്ട്, അങ്ങയെ കൊല്ലാൻ എളുപ്പം എന്ന് വിചാരിച്ചുകൊണ്ട് എന്തിന് ഗോപമൂർത്തിയായിട്ട് പ്രലംബബാഹും ഭവന്തം, നീണ്ട കൈകളുള്ള അങ്ങയെ ആ പേരെ പ്രാപിച്ചു. എന്താ താവത്, അപ്പോഴേക്കും താവകനധനസ്പൃഹയാലുഹു, അങ്ങയെ കൊല്ലാൻ കൊതിമൂത്തവനായ അദയാലുഹു പ്രലംബനാമാ ദൈത്യ, ദയലേശം പോലുമില്ലാത്ത നിഷ്ഠുരനായ ആ പ്രലംബൻ എന്ന ദൈത്യൻ പ്രലംബബാഹും ഭവന്തം, നീണ്ട കൈകൾക്കുടമയായ അങ്ങയുടെ അടുത്തേക്ക് ആപേദേ എത്തിച്ചേർന്നു. ആപേദേ എന്ന് ആത്മനിപതിലിട്ട് എത്തിച്ചേർന്നു. ആപേദേ, ആപേദാദേ, ആപേദിരേ എന്ന് വരും. ചക്രേ ചക്രാദേ ചക്രിരേ പോലെ. താവത്, താവകം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, അങ്ങയെ എന്നുള്ള അർത്ഥം. താവക നിധനമാണ്, അങ്ങയുടെ കൊല്ലല്. അങ്ങയെ കൊല ചെയ്യുന്നതിന് സ്പൃഹയാലുഹു, കൊതിപൂണ്ടവനായിട്ട്, അദയാലുഹു, ദയയില്ലാത്ത നിഷ്ഠുരനായ പ്രലംബനാമാ ദൈത്യ, ഈ പ്രലംബൻ എന്നു പേരായ അസുരൻ ഗോപമൂർത്തി, ഒരു ഇടയബാലകന്റെ രൂപം പൂണ്ട് പ്രലംബബാഹും ഭവന്തം, നീണ്ട കൈകളുള്ളതായ അങ്ങയുടെ അടുത്തേക്ക് ആ പേരെ എത്തിച്ചേർന്നു. താവത് താവകനിധന സ്പൃഹയാലുഹു അദയാലുഹു പ്രലംബനാമാ ദൈത്യ ഗോപമൂർത്തി പ്രലംബബാഹും ഭവന്തം ആപേദേ. താവത്താവകനിധന സ്പൃഹയാലുർഗോപമൂർത്തിരദയാലുഹു ദൈത്യ പ്രലംബനാമാ പ്രലംബബാഹും ഭവന്തമാപേദേ. പ്രലംബ ഇതി നാമ യസ്യ സഹ പ്രലംബനാമാ എന്ന് പുല്ലിംഗമാക്കി. നാമശബ്ദം എപ്പോഴും നപുംസകലിംഗ. പക്ഷെ പ്രലംബ ഇതി നാമ, പ്രലംബം എന്ന പേര് യസ്യ സഹ, ആർക്കുണ്ടോ അവൻ എന്ന് പറഞ്ഞപ്പോ പിന്നെ പുല്ലിംഗം ആക്കണല്ലോ. അതുകൊണ്ട് പ്രലംബനാമ എന്ന് നീട്ടി. നാമ എന്നുള്ളത് സ്ത്രീലിംഗമല്ല, പുല്ലിംഗത്തിന്റെ വാക്കാണ്. നാമാ, നാമാനോ, നാമാന എന്ന് രൂപം വരും കേട്ടാ. അങ്ങനെ പ്രലംബൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ആ ദൈത്യൻ പ്രലംബബാഹുവായ, നീണ്ട കൈകളുള്ളതായ അങ്ങയുടെ അടുത്തേക്ക് വന്നു. ഭഗവാൻ കണ്ടപ്പോഴേ, ദൃഷ്ടി കണ്ടാൽ അറിയില്ലേ ഭഗവാന്? അല്ലെങ്കിൽ തന്നെ എല്ലാം അറിയാം. ഈ കള്ളദൃഷ്ടിയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ആര്? പ്രലംബൻ. ഉള്ളില് മുഴുവൻ ഭഗവാനെ നശിപ്പിക്കാൻ എന്താ വഴി എന്നാണ് നോട്ടം. ആ നോട്ടം കണ്ടാൽ തന്നെ അറിയാലോ. കക്കാൻ വന്നവനെ കണ്ടുപിടിക്കാൻ വിഷമമില്ല അല്ലേ? മുഖഭാവം തന്നെ നമുക്ക് പറഞ്ഞിരിക്കും. ഇവിടെ കൊല്ലാനാ വന്നിരിക്കുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? ജാനന്നപ്യവിജാനന്നിവ തേന സമം നിബദ്ധ സൗഹാർദ്ദഃ വടനികടേ പടുപശുഭവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധഃ. ഭഗവാൻ എന്ത് ചെയ്തു? ജാനൻ അവിജാനൻ ഇവ തേന സമം, തേന സമം നിബദ്ധ സൗഹാർദ്ദഃ വടനികടേ പടുപശുഭവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധം ആരബ്ധ. ജാനൻ അറിയുന്നവനാണ് അല്ലെ? ഭഗവാന് കാര്യം മനസ്സിലായി, പിടികിട്ടി. ആ നീ വന്നിട്ടല്ലേ, നോക്കാം എന്ന് മനസ്സിൽ കരുതി. പക്ഷെ അവിജാനന്നിവ, അറിയാത്തവനെ പോലെ നടിച്ചു. ഇവ എന്നാ പറഞ്ഞു. അറിയുന്നവനെങ്കിലും അറിയാത്തവനെ പോലെ. തേന സമം, ആ പ്രലംബനോടൊപ്പം നിബദ്ധ സൗഹാർദ്ദ, സൗഹാർദ്ദം ഉണ്ടാക്കി, സുഹൃദ്ബന്ധം ഉണ്ടാക്കി. തന്നെ കൊല്ലാമെന്നവനോട് കൂട്ടുപിടിച്ചു. ഇതന്നെ ഭഗവാന്റെ ട്രിക്കാണ് അല്ലെ? ഉപായമാണ്. സ്പൃഹയാലുവാ വന്നിരിക്കുന്നത്, ഗോപമൂർത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഭഗവാന് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് പെശകാണ്.
പക്ഷെ അറിയാത്ത പോലെ ഒരു ഗോപൻ എന്നതുപോലെ സൗഹൃദം പുലർത്തി. മനസ്സിലായോ? അറിയാത്ത അവനുമായിട്ട് സൗഹാർദ്ദത്തെ നിബദ്ധ സൗഹാർദ്ദമാണ് നല്ല കൂട്ടം അങ്ങോട്ട് പിടിച്ചിട്ട് വടനികടേ, വടം എന്ന് പറഞ്ഞാൽ ആ വൃക്ഷം, ഇത് പേരാൽ വൃക്ഷം, അതിന്റെ നികടേ സമീപത്തിൽ പടു പശുപ വ്യാബദ്ധം, വ്യാബദ്ധം എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തുക എന്നർത്ഥം. പടു എന്ന് വെച്ചാൽ സമർത്ഥൻ, പടു എന്നുള്ള വാക്കിന് സമർത്ഥൻ എന്നർത്ഥം. പടു പശുപൻ, സമർത്ഥരായ ഗോപന്മാരെ വ്യാബദ്ധം ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്വന്ദ്വയുദ്ധം ദ്വന്ദ്വയുദ്ധം അങ്ങോട്ട് ആരംഭിച്ചു. അതായത് പടുക്കളെ മാത്രമേ കുട്ടിയുള്ളൂ. ഈ കുട്ടികളിൽ പലതരം ഉണ്ടാവില്ലേ? തൊട്ടാവാടികളായിട്ടുള്ള കുട്ടികളുണ്ട്, പെട്ടെന്ന് വിഷമം വരുന്ന കുട്ടികളുണ്ട്, വേണ്ടത് കോപിക്കുന്ന കുട്ടികളുണ്ട്, ശരീരബലമുള്ള കുട്ടികളുണ്ട്, മനോബലമുള്ള കുട്ടികളുണ്ട്. പല വീട്ടിലെ കുട്ടികൾ പലതരമല്ലേ അല്ലെ? എങ്ങനെയൊക്കെ ഇരിക്കും? തൊട്ടാവാടുന്ന കുട്ടികളില്ലേ ചിലര്, എന്തെങ്കിലും പറയുമ്പോഴേക്കും വിഷമിക്കുന്ന കുട്ടികൾ. അവരെയൊക്കെ മാറ്റി നിർത്തി പടു പശുപ വ്യാബദ്ധം എന്നാ പറഞ്ഞത്. മിടുക്കന്മാരായ ഗോപന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ദ്വന്ദ്വയുദ്ധം കൊണ്ട് ചിലപ്പോൾ ഇടിയൊക്കെ കൊണ്ടാലും കരയാത്ത കുട്ടികളെയൊക്കെ നോക്കി കണ്ടുപിടിച്ചു. ശക്തിയോടുകൂടി ഇടിക്കാൻ പറ്റുന്ന കുട്ടികളെ കണ്ടുപിടിച്ചു. അങ്ങനെ മിടുക്കന്മാര്, മറ്റുള്ളവര് കാണികള്. അപ്പാപ്പ് എന്ന് പറയാൻ കുറെ ആള് വേണല്ലോ ഇവർക്ക് ഉഷാറ് കൂട്ടാൻ. അതിന് കുറച്ചു പേര്, കാണികള് കുറച്ചു മാത്രം കളിക്കാൻ. അതിൽ ആരെ കളിക്കാൻ ചേർത്തു എന്ന് ചോദിച്ചതിനാണ് പടു പശുപ വ്യാബദ്ധം എന്ന് പറഞ്ഞത്. പടു എന്ന് വെച്ചാൽ സമർത്ഥൻ, പശുപന്മാര് ഗോപന്മാര് അവരാൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ട്, അതായത് മിടുക്കന്മാരായ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഇതൊക്കെ ഭഗവാന്റെ സൂത്രങ്ങളാണ്. അപ്പൊ അതില് നല്ല മിടുക്കനാണെന്ന് കണ്ടു ആരെ? ഈ വന്നിരിക്കുന്ന ഗോപമൂർത്തിയെ, പ്രലംബനെ. അപ്പൊ അവനെയും സെറ്റിൽ ചേർത്തു കളിക്കാൻ. അതാണ് കാര്യം. നീ വേണ്ട, നീ കാണിയായി പോയാ മതി, നീ കളി കണ്ടോ, നിനക്ക് അതിനെ പറ്റും, നീ ആ തണലത്തിരുന്ന് നോക്കിയിരിക്കെ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും മാറ്റി മാറ്റി നിർത്തി. മിടുക്കന്മാരെ മാത്രം ഇതില് ഉൾപ്പെടുത്തി. അതിൽ ഉൾപ്പെടുത്തി ആരെ? പ്രലംബനെയും. ജാനൻ അവിജാനൻ ഇവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടു പശുപ വ്യാബദ്ധം ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. എല്ലാവരും കൂടി കളി അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ജാനൻ അവിജാനൻ ഇവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടു പശുപ വ്യാബദ്ധം ദ്വന്ദ്വയുദ്ധം ആരബ്ധ. ഇനിയാണ് സെറ്റ് തിരിക്കല്. 2 സെറ്റ് വേണമല്ലോ ദ്വന്ദ്വയുദ്ധത്തിന്. 2 സെറ്റായിട്ട് തിരിച്ചപ്പോ ഗോപാൻ വിഭജ്യ തന്മന് സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലവീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. ഗോപാൻ വിഭജ്യ, ആദ്യം എണ്ണി തിട്ടപ്പെടുത്തി എത്ര പേര് കളിയിലുണ്ടെന്ന്. സമമായിട്ട് വിഭജിക്കണം. അപ്പൊ ഗോപാൻ വിഭജ്യ തന്വന്, ഗോപന്മാരെ മുഴുവൻ വിഭജ്യ വേറെ വേറെ ചേരി തിരിച്ചു. വിഭജ്യ തന്വൻ ചേരി തിരിച്ചു. നീ ആ സെറ്റ്, നീ ഈ സെറ്റ്. സെറ്റിന്റെ തലവൻ ആരാണ്? ബലഭദ്രകം ഭവത്കം അഭിസംഘം വിഭജ്യ. ഒന്ന് ബലഭദ്രന്റെ സെറ്റ്, ഒന്ന് ഗുരുവായൂരപ്പ അങ്ങയുടെ സെറ്റ്. ഭവത്കം എന്ന് ഭഗവാനോടല്ലേ പറയണത്? അല്ലെ ഭവത്കം ബലഭദ്രകം എന്ന് കം പ്രത്യയം ചേർത്ത് വരികയാണ്. അതായത് ആരാണോ ഹെഡ് അവനാണ് അതിനു വേണ്ടി കന്ന് ചേർക്കുക. ബലഭദ്രകം ബലഭദ്രനാണ് അതിന്റെ ഹെഡ്. ഭവത്കം എന്ന് പറഞ്ഞാല് അങ്ങാണ് സെറ്റ്, ഗുരുവായൂരപ്പനാണ് സെറ്റ്. അങ്ങനെ 2 സെറ്റായിട്ട് തിരിച്ചപ്പോഴ് ഈ ദൈത്യനുണ്ടല്ലോ ഒന്നരവൻ, ഓരോരുത്തരും ഓരോ സെറ്റിൽ ഞാൻ അങ്ങയുടെ സെറ്റാന്ന് പറഞ്ഞ് കൃഷ്ണന്റെ സെറ്റിൽ കയറി ഇത്രേ. എന്താ കാരണം എന്ന് പറയാണ് നാരായണ ഭട്ടതിരി. അത് ഊഹിച്ചു പറയാണ്. ബലവീരും, അങ്ങയുടെ ബലത്തെ കണ്ട് പേടിച്ചവനായ ദൈത്യനെ ത്വദ്ബലഗതം അന്വമന്യഥാ ഭഗവൻ. അങ്ങയുടെ ബലം എന്ന് വെച്ചാൽ 2ാമത് സൈന്യം. അങ്ങയുടെ ശരീരബലം കണ്ട് പേടിച്ചവനായ ആ പ്രലംബനെ അങ്ങയുടെ ബലത്തിൽ, അങ്ങയുടെ സൈന്യത്തില്, അങ്ങയുടെ സംഘത്തില് അന്വമന്യഥാ നിന്നുകൊള്ളാൻ സമ്മതിച്ചു.
അത് പറഞ്ഞു ഞാൻ കൃഷ്ണന്റെ സെറ്റില എന്ന് പറഞ്ഞപ്പോ കൃഷ്ണന്റെ സെറ്റിൽ നിർത്തി ആരെ? പ്രലംബനെ. ആദ്യം പദം പിരിക്കാൻ നോക്കട്ടെ കേട്ടോ. ഗോപാൻ വിഭജ്യ തന്മൻ സംഘം ബലഭദ്രകം ഭവത്കം അഭി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതം അന്വമന്യഥാഹ ഭഗവൻ. ഇവിടെ ബലം എന്നുള്ള വാക്ക് രണ്ട് തരത്തിൽ പ്രയോഗിച്ചു. ഒരു ബലം ശരീരബലത്തെ സൂചിപ്പിച്ചു, മറ്റൊരു ബലം സംഘത്തെ സൂചിപ്പിച്ചു, സൈന്യത്തെ സൂചിപ്പിച്ചു. രണ്ട് കട്ടാക്കിയിട്ട് കളിക്കുകയാണ്. ഒന്ന് ബലഭദ്രന്റെ സെറ്റ്, ഒന്ന് ഗുരുവായൂരപ്പ അങ്ങയുടെ സെറ്റ്. അങ്ങയുടെ ശരീരബലം അങ്ങയുടെ മനോബലം ഒക്കെ കണ്ട് പേടിച്ചവനായ ദൈത്യനെ അങ്ങയുടെ സംഘത്തിൽ അങ്ങ് ചേർക്കാൻ സമ്മതിച്ചു. ഇതാണ് പറയുന്നത്. എങ്ങനെയൊക്കെ? ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. ഗോപാൻ ബലഭദ്രകം ഭവത്കം അഭി സംഘം വിഭജ്യ. ഗോപന്മാരെ, ബലഭദ്രന്റെ സെറ്റിലുള്ളവര്, അങ്ങയുടെ സെറ്റിലുള്ളവര് എന്ന് സംഘമായി വിഭജിച്ചു ചേരിതിരിച്ചപ്പോൾ ത്വദ്ബലഭീരും അങ്ങയുടെ ശക്തിയെ പേടിക്കുന്ന ദൈത്യം അസുരനെ, ത്വദ്ബലഗതം അങ്ങയുടെ ബലത്തിൽ, അതായത് അങ്ങയുടെ സൈന്യത്തിൽ, അതായത് അങ്ങയുടെ സംഘത്തില് അന്വമന്യതാഹ നിന്നുകൊള്ളാൻ സമ്മതിച്ചു. ആദ്യം തന്നെ പേടിച്ചവനാ. അതെ, പേടിച്ചവൻ. എന്താ കാരണം? തോറ്റവൻ ജയിച്ചവനെ എടുത്തുകൊണ്ടുവരണം നടക്കാൻ. ബലഭദ്രന്റെ സെറ്റിൽ ഞാൻ നിന്നാൽ എങ്ങാനും കൃഷ്ണനുമായി ഏറ്റുമുട്ടുമ്പോൾ കൃഷ്ണൻ ജയിച്ചു എന്ന് വരും, അപ്പൊ താൻ തോറ്റു എന്ന് വരും. ഞാൻ തോറ്റു കഴിഞ്ഞാൽ കൃഷ്ണനെയും ഏറ്റിക്കൊണ്ട് നടക്കേണ്ടി വന്നാൽ കൃഷ്ണനെ ഒരുത്തൻ ഏറ്റി നടന്നതിന്റെ സംഭവം നന്നായിട്ട് ഓർമ്മയുണ്ട്. തൃണാവർത്തൻ എന്ന് പേര് വന്ന ചുഴലിക്കാറ്റ് കൃഷ്ണനെയും എടുത്തുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നപ്പോ കൃഷ്ണൻ തന്റെ ശരീരത്തിന്റെ വലിപ്പം വർദ്ധിച്ച് ആ കാറ്റിന്റെ ശക്തിയൊക്കെ കുറച്ച് കാറ്റിന്റെ കഴുത്തി പിടിച്ചു അല്ലേ? അങ്ങനെ ആ തൃണാവർത്തൻ എന്നുള്ളത് പ്രാണം പോയി നിലത്തടിച്ചു വീണു. ആ സ്ഥിതി തനിക്ക് ഉണ്ടായാലോ എന്ന് പേടി എന്റെ പ്രലംബനുക്ക്. അതുകൊണ്ട് തന്നെ പ്രലംബൻ ത്വദ്ബലഭീരും അങ്ങയുടെ ബലത്തിൽ പേടിച്ചിട്ട് ത്വദ്ബല സംഘം അങ്ങയുടെ സംഘത്തിലേക്ക് ആഗ്രഹിച്ചു. അപ്പതന്വമന്യഥാഹ. ഭഗവാൻ വലിയ കാരുണ്യമുള്ളതുപോലെ ശരി, അതിനെന്താ, നീ എന്റെ സെറ്റിൽ നിന്നോ എന്ന് പറഞ്ഞ് അനുവദിച്ചു കൊടുത്തു. എന്താണ്? ഹേ ഭഗവൻ, ഗോപാൻ ബലഭദ്രകം ഭവത്കം അഭി സംഘം വിഭജ്യതന്വൻ ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതം അന്വമന്യഥാഹ. അല്ലയോ ഭഗവാനെ, ഗോപന്മാരെ ബലഭദ്രന്റെ സെറ്റ് അങ്ങയുടെ സെറ്റ് എന്ന് വിഭജിച്ച് അതിന് ചേരിതിരിക്കുന്ന സമയത്ത് അങ്ങയുടെ ശക്തിയെ പേടിച്ചതായ അസുരനെ അങ്ങ് അങ്ങയുടെ സംഘത്തിൽ ചേർക്കാൻ സമ്മതിച്ചു. ഇതാണ് അർത്ഥം. അത് കഴിഞ്ഞിട്ടുണ്ട്, ഇവര് തീരുമാനിച്ചിട്ടുണ്ട്, തോറ്റവൻ ജയിച്ചവനെ തോളിലേറ്റി കുറെ ദൂരം ഓടണം. ആ അവസ്ഥയില് അതുകൊണ്ടാണ് പേടിച്ചിട്ടാണ് ഇയാൾ വരാത്തത്. കൃഷ്ണനെ ഏറ്റു നടക്കേണ്ടി വരുമ്പോൾ കൃഷ്ണൻ ഭാരം കൊണ്ട് തന്നെ താഴ്ത്തിയാലോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങയുടെ സെറ്റിൽ ഞാൻ നിൽക്കാന്ന് പറഞ്ഞത്. ഇവിടെ എന്തുണ്ടായി? കൽപ്പിത വിജേതൃവഹനി സമരേ പരയൂഥകം സ്വദൈതതരം ശ്രീദാമാനമധത്താഹ പരാജിതോ ഭക്തദാസദം പ്രഥയൻ. ഭഗവാൻ അവിടെയും ഭക്തദാസതയെ കാണിച്ചു. ഭക്തന്റെ ദാസനാവുക എന്നുള്ളത് ഭഗവാന് ഇഷ്ടമാണ്. ഭക്തൻ ഭഗവത് ദാസനാണ് അല്ലേ? ഭഗവാന്റെ ദാസനാണ് ഭക്തൻ. എപ്പോഴും ദാസോഹം ദാസോഹം എന്നാണ് പറയാ. ഞാൻ അങ്ങയുടെ ദാസൻ എന്ന് പറയുന്നതിലാണ് ഭക്തന് ഇഷ്ടം. നമ്മളെ കുചേലൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ ജന്മങ്ങളിലും എനിക്ക് സഖ്യം സൗഹൃദം ദാസ്യം ച, എനിക്ക് അങ്ങയുടെ സഖ്യം വേണം, സൗഹൃദം വേണം, ദാസ്യം വേണം ഇല്ലേ? ഹനുമാൻ സീതയെ കണ്ടപ്പോ പറഞ്ഞത് എന്താണ്? ദാസോഹം, ഞാൻ ദശരഥപുത്രന്റെ ഇക്ഷ്വാകുവിന്റെ ദാസനാണെന്നാണ് പരിചയപ്പെടുത്തിയത് സീതയെ. അപ്പൊ അങ്ങനെ പറയുമ്പോ ദാസനാകുന്നത് ഭക്തന്റെ ലക്ഷണം. അങ്ങനെയുള്ള ഭക്തന്റെ ദാസനാ
ദാസനാകുന്നത് ഭഗവാന് ഇഷ്ടം. ഭക്തൻ ഭഗവദ്ദാസനാണെങ്കിൽ ഭഗവാൻ ഭക്തദാസനാണ്. തിരിച്ച് എന്റെ ദാസൻ, ഞാൻ അവന്റെ ദാസൻ എന്ന് പറയുന്ന ഒരേ ചിന്തമാരം ഇവിടെ എന്ത് ചെയ്തു? കൽപ്പിത വിജേതൃവഹനെ സമരേ പരയൂഥകം സ്വദൈതരം ശ്രീദാനം അധത്താഹ പരാജിതോ ഭക്തദാസദാം പ്രഥയൻ. കൽപ്പിത വിജേതൃവഹനെ, ജയിച്ചവനെ തോറ്റവൻ എടുത്തുകൊണ്ട് നടക്കണം എന്ന വ്യവസ്ഥയോട് കൂടിയ സമരേ, യുദ്ധത്തിൽ. ഇവരാദ്യം തന്നെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്, ജയിച്ചവനെ തോറ്റവൻ ചുമലിലെടുത്തു നടക്കണം. അതാണ് പന്തയം. ആ നിലയ്ക്ക് ഇവിടെ പറയാണ് കൽപ്പിതം, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിജേതൃവഹനെ, ജയിച്ചവനെ വഹിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള സമരേ, യുദ്ധത്തിൽ. ജയിച്ചവനെ എടുത്തോണ്ട് ഓടണം. ആ ഓടുന്നതിന് വ്യവസ്ഥ അതാണ്. ഈ സമരത്തിൽ, ഈ ദ്വന്ദ്വയുദ്ധത്തിലുള്ള വ്യവസ്ഥയെ അതാണ്. ഭഗവാൻ എന്ത് ചെയ്തു? ഭക്തദാസദാം ഹൃദയന്, ഭക്തന്റെ ദാസനാണ് എന്ന് തന്നെ കൊട്ടിഘോഷിച്ചുകൊണ്ട് പരാജിത, തോറ്റുകൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പരയൂഥകം, യൂഥം എന്ന് പറഞ്ഞ സെറ്റ്, പരയൂഥകം, അന്യന്റെ സെറ്റിൽ കയറി നിൽക്കുന്ന സ്വദൈതരം ശ്രീരാമാനം, തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴനായ ശ്രീരാമാവിനെ സ്വയം പരാജിതനായിട്ട് ഭക്തദാസതയെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി അതർത്ഥ എടുത്തു നടന്നു എന്ന്. കൃഷ്ണൻ ദ്വന്ദ്വയുദ്ധം നടത്തി. എന്നിട്ട് തന്റെ കൂട്ടുകാരനായ ആ ശ്രീരാമാവിനോടുള്ള ഇഷ്ടം കാരണം താൻ തോറ്റുകൊടുത്തു. എന്നിട്ട് ശ്രീരാമാവ് ജയിച്ചു. തോറ്റവൻ ജയിച്ചവനെ വഹിച്ചുകൊണ്ട് വേണം പോകണം എന്നാണ് അവരുടെ നിബന്ധന. ആ നിബന്ധന അനുസരിച്ച് ശ്രീരാമാവിനെയും എടുത്തുകൊണ്ട് ഭഗവാൻ ഓടിയെന്ന്. അങ്ങനെ ശ്രീരാമാവിനെ ചുമലിലേറ്റി, തന്റെ ഭക്തനെ എടുത്ത് തന്റെ ചുമലിലേറ്റി നടന്നു. അത് ഭഗവാന്റെ ഭക്തദാസതയ്ക്ക് ഒരു ഉദാഹരണമാണ് എന്ന് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് ജയിച്ചവനെ തോറ്റവൻ എടുത്തുകൊണ്ട് ഓടണം എന്ന വ്യവസ്ഥയാണ് ഈ ദ്വന്ദ്വയുദ്ധത്തിൽ. അതുകൊണ്ട് തന്നെ തന്റെ എതിർച്ചയിൽപ്പെട്ടതായ ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴനായ ശ്രീരാമാവിനെ തോറ്റതായ ഭഗവാൻ എടുത്തുകൊണ്ട് നടന്നു എന്ന്. കൽപ്പിത വിജേതൃവഹനെ സമരേ, ആ സമരം അങ്ങനെയുള്ളതാ. കൽപ്പിത വിജേതൃവഹനെ സമരേ, ജയിച്ചവനെ തോറ്റവൻ തോളിലേറ്റി നടത്തണം എന്നുള്ളതായ ആ ദ്വന്ദ്വയുദ്ധത്തിൽ പരയൂഥകം സ്വദൈതരം ശ്രീദാമാനം ദമാദമാനൗ ദമാനഹാന്ന് പദം. ഭക്തദാസദാം പ്രഥയന് പരാജിതഃ അധത്താഃ. കൽപ്പിത വിജേതൃവഹനെ സമരേ പരയൂഥകം സ്വദൈതരം ശ്രീദാമാനമധത്താഃ പരാജിതോ ഭക്തദാസദാം പ്രഥയന്. അവരവിടെ ഒരു വടിയെടുത്ത് വരച്ചു വെച്ചിട്ടുണ്ട്, ഇത്ര വരെ ഓടണമെന്ന്, ഒരു സങ്കേതം വരെ ഓടണം. ഇതാണ് ആ വഹനം എന്ന പദത്തിലെ ഏറ്റണം, എത്തിക്കണം എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വഹനം എന്ന പദം പ്രയോഗിച്ചത്. ഭഗവാൻ തോൽക്കാറുണ്ട് എവിടെയെങ്കിലും എന്ന് വെച്ചാൽ ഭക്തദാസനായതുകൊണ്ട് തോറ്റുകൊടുത്തു എന്ന് പറയാം. ഇനി അടുത്ത ശ്ലോകം നോക്കും. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വഹ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാരകം ദൂരതോ ഭവദ്ദീത്യ. ഏവം ഇപ്രകാരം, ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു ബാഹ്യമാനേഷു രാമവിജിതഃ പ്രലംബഃ ജഹാര തം ദൂരതഃ ഭവദ്ഭീത്യ. ഏവം ഇപ്രകാരം ബഹുഷു ബാലേഷു വഹത്സു വാക്യമാനേഷു, ഗോപബാലന്മാര് ചിലരേറ്റി നടന്നു, ചിലവരേറി നടന്നു, രണ്ടു തരത്തിലുണ്ടായിരുന്നു. വഹത്സു വഹിക്കുകയും ചെയ്തു,
വാഹ്യമാനേഷു വഹിക്കപ്പെടുകയും ചെയ്തു. ചിലവര് വല്ലവരെയും തോളിലേറ്റി നടന്നു, ചിലരാൽ തോളിലേറ്റപ്പെട്ടു. അങ്ങനെ ബാലകന്മാരിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രലംബൻ രാമവിജിത ബലരാമനാൽ തോൽപ്പിക്കപ്പെട്ടു. ബലരാമൻ പ്രലംബനെ തോൽപ്പിച്ചു. ഈ പ്രലംബൻ എന്ത് ചെയ്തു? വിഭൂമൻ എന്ന് വിളിക്കാൻ ഐശ്വര്യപൂർണമായ സർവവ്യാപിയായ ഭഗവാനെ, ഭവത് ഭീത്യ അങ്ങയെ പേടിച്ച് കുറെ ദൂരം കൊണ്ടുപോകാം. അവർ പറഞ്ഞിട്ടുള്ളതായ സങ്കേതവും കടന്നു കൊണ്ടുപോയാൽ ഭഗവാന്റെ ദൃഷ്ടി അവിടെ പറ്റില്ലല്ലോ. അപ്പൊ ആ ബലരാമന്റെ കഥ കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ദൈത്യൻ ബലരാമനെയും കൊണ്ട് കുറെ ദൂരത്തേക്ക് കൊണ്ടുപോയി. ഭഗവാന്റെ ദൃഷ്ടിയിൽ നിന്നും അറിഞ്ഞിട്ട് വേണം ബലരാമനെ നശിപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ പ്രലംബൻ സങ്കേതവും വിട്ട് വളരെ ദൂരത്തേക്ക് ഓടിപ്പോയി. ഏവം ബഹുഷു ബാലേഷു വഹത്സു ബാഹ്യമാനേഷു സതിസപ്തമി പ്രയോഗിച്ചു. പ്രകാരം ധാരാളം കുട്ടികൾ ജയിച്ചവരെ എടുത്തു നടന്നും തോറ്റവരാൽ എടുത്തു നടക്കപ്പെട്ടവരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രലംബ രാമവിജിത രാമനാൽ തോൽപ്പിക്കപ്പെട്ട ബലരാമനാൽ തോൽപ്പിക്കപ്പെട്ട പ്രലംബൻ, ഹേ വിഭൂമന്, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, ഭവദ്ഭീത്യ അങ്ങയെ പേടിച്ച് തം ദൂരത വളരെ ദൂരേക്ക് ജഹാര അപഹരിച്ചു, കുറെ ദൂരത്തേക്ക് കൊണ്ടുപോയി. ജഹാര എന്ന് ലിട്ടിലക്കാരൻ. ഏവം ബഹുഷു ബാലേഷു വഹത്സു ബാഹ്യമാനേഷു പ്രലംബ രാമവിജിത വിഭൂമന് ഭവദ്ഭീത്യ തം ദൂരത ജഹാര. കുറച്ച് ദൂരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താ ചെയ്തത് നോക്കൂ. തദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാഹലിനി വിഹിത ഗരിമഭരേ ദൈത്യസ്വരൂപമാകാത് യദ്രൂപാത് സഹി ബലോഭി ചകിതോഭൂത്. തദ്ദൂരം ഗമയന്തം, അങ്ങയിൽ നിന്ന് ദൂരേക്കാണ് കൊണ്ടുപോയത്, അങ്ങയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി. തദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലിനി വിഹിത ഗരിമഭരേ ദൈത്യഃ സ്വരൂപം ആഗാത് യദ് രൂപാത് സാഹി ബലഹാബി ചകിതഃ അഭൂത്. ത്വദ്ദൂരം ഗമയന്തം എന്ന് പറഞ്ഞു. അങ്ങയിൽ നിന്നും കുറെ അകലേക്ക് വഹിച്ചു കൊണ്ടുപോവുകയാണ്. തം അങ്ങനെയുള്ള അസുരനെ ദൃഷ്ട്വാ കണ്ടിട്ട് ഭഗവാന്റെ കണ്ണിൽ നിന്നും മറച്ചു തന്നെ കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കി ബലരാമൻ എന്ത് ചെയ്തു? ഹലി എന്ന് പറഞ്ഞാൽ ഹലം എന്നുള്ള വാക്കിന് കലപ്പ എന്നർത്ഥം. ഹലം കയ്യിലുള്ളവൻ, ഹലി വിശേഷണമാണ്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നകാരാന്തം. ഹലമുള്ളവൻ ഹലി, ഹലി ഹലിനോ ഹലിന. ആ എത്ര സാമർഥ്യമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈത്യ സ്വരൂപമാകാത്, ആ അസുരൻ സ്വന്തം രൂപത്തെ അങ്ങോട്ട് പ്രാപിച്ചു, വലിയ രൂപമായി പ്രാപിച്ചു. സഹി ബലോഭി ചകിതോഭൂ, ആ രൂപത്തെ കണ്ടപ്പോ ബലരാമൻ പോലും ചകിതനാരിയത്രേ. ത്വദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലിനി വിഹിത ഗരിമഭരേ ദൈത്യഃ സ്വരൂപം ആഗാത് യദ് രൂപാത് സഹി ബലഹാബി ചകിതഃ അഭൂത്. ആ ബലരാമനും അങ്ങോട്ട് പേടിച്ചു പോയി. ഭയങ്കര സ്വരൂപം കാട്ടി ബലഭദ്രനെ പേടിപ്പിക്കുകയാണ് ചെയ്തത് ഈ പ്രലംബൻ. അത് കണ്ട രൂപത്തെ കണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഭയം തോന്നി ബലരാമന് എന്ന്. തം തദ്ദൂരം ഗമയന്തം ദൃഷ്ട്വാ ഹലിനി വിഹിത ഗരിമഭരേ ദൈത്യഃ സ്വരൂപമാഗാത് യദ്രൂപാത് സാഹി ബലഃ അപി ചകിതഃ അഭൂത്. ആ അസുരൻ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയിൽ നിന്നും അകലത്തേക്ക് വഹിച്ചു കൊണ്ടുപോവുകയാണെന്ന് കണ്ടപ്പോൾ ബലഭദ്രൻ തന്റെ ശരീരത്തെ ഒന്ന് വലുതാക്കി, വലിയ ശരീരം പൂണ്ടു. ആ കനക്കം കൂടിയ സമയത്ത് അസുരൻ തന്റെ രൂപത്തിനെ വലുപ്പമാക്കി. പക്ഷെ ആ അസുര രൂപം കണ്ട ബലരാമൻ ഭയന്നുപോയി അത്രേ എന്ന്. എന്തുണ്ടായി? ഉച്ചതയാ ദൈത്യതനോഹോ
ത്വന്മുഖമാലോക്യ ദൂരതോ രാമഃ വിഗതഭയോ ദൃഢമുഷ്ട്യ വൃഷതുഷ്ടം സപദി വിഷ്ടവാനേനം. ഉച്ചതയാ, ഉയരമുള്ള ശരീരം അസുരന്റെ. ഉച്ചതയാ ദൈത്യതനോഹോ ത്വന്മുഖം ആലോക്യ ദൂരതഃ രാമഃ വിഗതഭയഃ ദൃഢമുഷ്ട്യ വൃഷദുഷ്ടം സപദി പിഷ്ടവാൻ ഏനം. അല്ല പറയണ ഉച്ചതയ, ഉയരമുള്ളത് കൊണ്ട്. ആരുടെ? ദൈത്യതനോഹോ, ദൈത്യന്റെ തനു, ദൈത്യന്റെ ശരീരം. ആ അസുരൻ ശരീരം തന്റെ വലിയ രൂപത്തെ പ്രാപിച്ചപ്പോൾ ഉടൽ നല്ല ഉയരമുള്ളതായിരുന്നു. അങ്ങനെ ഉച്ചതയ, ഉച്ചതമായ ശരീരത്തോട് കൂടിയവനായിട്ട്, നല്ല ഉയരമുള്ളതാണ് ശരീരത്തോട് കൂടിയവനായപ്പോൾ രാമഃ, രാമൻ അതിന്റെ പുറത്തല്ലേ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് രാമഃ ദൂരതഃ ത്വന്മുഖമാലോക്യ, ദൂരേ നിന്ന് ഭഗവാന്റെ മുഖകമലത്തിനെ കണ്ടു അത്രേ. കണ്ടപ്പോ വിഗതഭയഃ, പേടിയൊക്കെ പോയി. ഭഗവാനെ കണ്ടതോടുകൂടി ആ അസുരനെ കണ്ട പേടിയൊക്കെ മറഞ്ഞു. ഭഗവാൻ ഉണ്ടല്ലോ രക്ഷയ്ക്ക് എന്ന് തോന്നിയപ്പോഴ് സപതി, അപ്പൊ തന്നെ ഭഗവാന്റെ ഇംഗിതം അറിഞ്ഞതായ ആ ബലരാമൻ സപതി പെട്ടെന്ന് തന്നെ വൃഷദുഷ്ടമേനം, ആടി ദുഷ്ടനായിട്ടുള്ളവനെ, വൃഷദുഷ്ടന, ഭയങ്കര ദുഷ്ടൻ, അങ്ങനെയുള്ളതായ ആ അസുരനെ ദൃഢമുഷ്ട്യ, തന്റെ ദൃഢമായിട്ട് മുഷ്ടി ചുരുട്ടി പിടിച്ച് തന്റെ കൈ അങ്ങോട്ട് ചുരുട്ടി ഊക്കോടുകൂടി പിഷ്ടവാൻ, ഇടിച്ചു ചതച്ചു കളഞ്ഞു, തകർത്തു കളഞ്ഞു. പൊടിപ്പൊടിയാക്കി പിഷ്ടവാൻ എന്നർത്ഥ, പൊടിച്ചു എന്നാ പറഞ്ഞു. അത്രയും തകർത്തു കളഞ്ഞു. എന്താ കാരണം? ഹേ ഗുരുവായൂരപ്പ ത്വന്മുഖമാലോക്യ വിഗതഭയഃ, ഭഗവാന്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ ഭഗവാന്റെ അഭിപ്രായം എന്താന്ന് പറഞ്ഞു. തട്ടിക്കോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തതാണ്. തട്ടിച്ചു. ഉടനെ തന്നെ ആ ദൈത്യനെ ബലരാമൻ മുഷ്ടി ചുരുട്ടി കൊന്നു എന്നാണ്. ദൈത്യതനോഹോ ഉച്ചതയ, ആ അസുരന്റെ ശരീരത്തിന്റെ ഉയരം കാരണം രാമഃ ദൂരതഃ ത്വന്മുഖമാലോക്യ, ഈ രാമൻ വളരെ ദൂരെ നിന്ന് തന്നെ അങ്ങയുടെ മുഖഭാവത്തിനെ കണ്ട് വിഗതഭയഃ, ഭയം പോയവനായി. വിഗതമായ ഭയം ആർക്കാണോ ഉള്ളത് അവൻ, നഷ്ടപ്പെട്ട ഭയം, ഭയമൊക്കെ പോയി. സപതി പെട്ടെന്ന് തന്നെ വൃഷദുഷ്ടമേനം, അതികഠിന ഹൃദയനായ ആ പ്രലംബാസുരനെ ദൃഢമുഷ്ട്യ, തന്റെ ദൃഢമായ ചുരുട്ടിപ്പിടിച്ച കൈകൊണ്ട് പിഷ്ടവാൻ, തകർത്തു കളഞ്ഞു എന്ന്. പിഷ്ടവാൻ എന്ന ശത്രുപ്രത്യയം തന്നെ കൃതവത് പ്രത്യയം പ്രയോഗിച്ചു, കൊന്നു എന്ന്. കൃതവത് എന്താണ്? ദൈത്യതനോഹോ ഉച്ചതയാ രാമഃ ദൂരതഃ ത്വന്മുഖം ആലോക്യ വിഗതഭയഃ സപതി വൃഷദുഷ്ടം ഏനം ദൃഢമുഷ്ട്യ പിഷ്ടവാൻ. അസുര ശരീരത്തിന്റെ ഉയരം കൊണ്ട് രാമൻ ദൂരെ നിന്ന് തന്റെ ഭഗവാന്റെ മുഖം കാണാൻ കഴിഞ്ഞു. ഉടനെ ഭഗവാന്റെ ഇംഗിതം മനസ്സിലാക്കിയ ബലരാമൻ അതിദുഷ്ടനായ പ്രലംബനെ മുഷ്ടി ചുരുട്ടി തകർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഹത്വാദാനവധീരം, ആ അസുരനെ അങ്ങോട്ട് കൊന്നു അല്ലെ. ദാനവധീരം ഹത്വാദാനവീരം പ്രാപ്തം ബലം ആലിലിംഗിത പ്രേംണ താവന്മിളയോർവയോഹോ ശിരസി ഹൃദ പുഷ്പവൃഷ്ടിരമരഗണൈഃ. ഹത്വാ ദാനവവീരം പ്രാപ്തം ബലം ആലിലിംഗിത പ്രേംണ താവത് മിളതോഹോ യുവയോഹോ ശിരസി ഹൃദ പുഷ്പവൃഷ്ടിഃ അമരഗണൈഃ. ദാനവവീരം ഹത്വ, ആ അസുരവീരനെ അങ്ങോട്ട് കൊന്നു. എന്നിട്ട് പ്രാപ്തം, തിരിച്ചു വന്നു ബലരാമൻ. ബലം, അങ്ങനെയുള്ള ബലരാമനെ ഹേ ഗുരുവായൂരപ്പ ത്വം ആലിലിംഗിത, അങ്ങ് ആലിംഗനം ചെയ്തു. എങ്ങനെ ആലിംഗനം ചെയ്തു? പ്രേംണ ആലിലിംഗിത, പ്രേംണ പ്രേമത്തോടുകൂടി, സ്നേഹത്തോടുകൂടി. നകാരന്ത നപുംസലിംഗം തൃതീയാണ്. താവത്, ആ സമയത്ത് മിളതോഹോ യുവയോഹോ, രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുന്ന സമയത്ത് യുവയോ ശിരസി,
നിങ്ങളുടെ ശിരസിൽ അമരഗണൈഹി ദേവഗണങ്ങളാൽ പുഷ്പവൃഷ്ടി കൃത പുഷ്പവൃഷ്ടി ചെയ്യപ്പെട്ടു. ഇത്രയായപ്പോഴേ ദേവന്മാർ പൂമഴ ചൊരിഞ്ഞു. മെടുക്കനായിട്ട് ആ അസുരനെ, മെടുക്കനാണ് അസുരൻ അല്ലേ, ദാനവ വീരം എന്ന് പറഞ്ഞു. ദാനവന്മാരിൽ വെച്ച് മെടുക്കനാ. അങ്ങനെയുള്ള അസുരനെയാണ് ഹത്വാപ്രാപ്തം, കൊന്നു തിരിച്ചു വന്നിരിക്കുക. അപ്പൊ ബലരാമൻ അതിലും മെടുക്കനല്ലേ. അങ്ങനെയുള്ള ബലരാമനെ പ്രേമണ ആലിലിംഗത, സ്നേഹത്തോടുകൂടി ഭഗവാൻ ഗുരുവായൂരപ്പ അങ്ങ് ആലിംഗനം ചെയ്തില്ലേ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ശിരസിലേക്ക് ദേവന്മാരാൽ പുഷ്പവൃഷ്ടി ചെയ്യപ്പെട്ടു. ദാനവവീരം ഹത്വാ പ്രാപ്തം ബലം പ്രേമണ ആലിലിംഗിത താവത് മിളതോഹോ യുവയോ ശിരസി അമരഗണൈഹി പുഷ്പവൃഷ്ടി കൃത. ദാനവവീരം ഹത്വാ പ്രാപ്തം ബലം പ്രേമണ ആലിലിംഗിത താവത് മിളതോഹോ യുവയോഹോ ശിരസി അമരഗണൈഹി പുഷ്പവൃഷ്ടി കൃത. ഹത്വാ ദാനവവീരം പ്രാപ്തം ബലമാലിലിംഗിത പ്രേംണ താവത് മിളതോർവയോഹോ ശിരസി കൃത പുഷ്പവൃഷ്ടിരമരഗണൈഹി. ചെയ്യപ്പെട്ടത് പുഷ്പവൃഷ്ടിയാണ്, അതുകൊണ്ട് കൃതാ സ്ത്രീലിംഗം. അടുത്ത ശ്ലോകം പറയും നോക്കൂ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവമാരചയന് കാലം വിഹായ സദ്യോ ലോലംബരുചേ ഹരേ ഹരേ ക്ലേശാൻ. എല്ലാ അക്ഷരത്തിലും ലം എന്നുള്ള വാക്ക് പ്രയോഗിച്ചു നോക്ക്. രണ്ടാമത്തെ അക്ഷരപ്രാസം. ആലംബോ പ്രാലംബം കാലം ലോലംബം. കണ്ടാ, എല്ലായിടത്തും രണ്ടാമത്തെ അക്ഷരത്തിലെ ലവ എന്ന് പ്രയോഗിച്ചു. ആലംബ ഭുവനാനാം പ്രാലംബം നിധനം ഏവ ആരചയൻ കാലം വിഹായ സദ്യ ലോലംബരുചേ ഹരേ ഹരേഹേ ക്ലേശാൻ. ഇവിടെ പറയണ ആദ്യം തന്നെ ആലംബ, അങ്ങ് ആരാണ്? ആശ്രയമാണ്. ആർക്കാണ് ആശ്രയം? ഭുവനാനാം ആലംബ, ലോകത്തിന് മുഴുവൻ ആശ്രയഭൂതനാണ്. അങ്ങ് എന്ത് ചെയ്തു? പ്രാലംബം നിധനം, പ്രലംബനെ സംബന്ധിച്ചത് പ്രാലംബം. പ്രാലംബം നിധനം ഏവ ആരചയൻ, പ്രലംബനെ സംബന്ധിച്ചതായ ആ വധത്തെ വേണ്ടതുപോലെ നിർവഹിച്ചു. ആരചയൻ ചെയ്യിച്ചു. ബലരാമനെ കൊണ്ട് പ്രലംബനെ വധം ചെയ്യിപ്പിച്ചല്ലോ. വേണ്ടത് വേണ്ടപ്പോൾ തോന്നിക്കുന്ന ഭഗവാനല്ലേ. അതുകൊണ്ട് കാലം വിഹായ, സമയമൊന്നും കാത്തിരിക്കേണ്ട, സദ്യ ഉടനെ തന്നെ ഹേ ലോലംബരുചേ എന്ന് വിളിക്കണം. ലോലംബരുചി എന്ന് പറഞ്ഞാൽ കരിവണ്ടിൻ കൂട്ടിന്റെ നിറം, കരിവണ്ടിന്റെ കാന്തിയുള്ളതായ ഹേ ഹരേ, അല്ലയോ ശ്രീമന്നാരായണ മഹാവിഷ്ണുവേ എന്ന് വിളിക്കുകയാണ്. കണ്ടോ, ആദ്യത്തേല് ഹരേ എന്ന് സംബോധന, രണ്ടാമത്തേല് ഹരേഹേ എന്ന് പറഞ്ഞത് ലിംഗ് ലകാരം. ഹരേത് ഹരേതാം ഹരേയുഹു ഹരേഹേ ത്വം ഹരേഹേ. അങ്ങ് ഹരിച്ചു കളഞ്ഞാലും നശിപ്പിച്ചു കളഞ്ഞാലും എന്തിനെയാണ് നശിപ്പിക്കേണ്ടത്? ക്ലേശാൻ, എന്റെ ക്ലേശങ്ങളെ എപ്പോ നശിപ്പിക്കണം? സദ്യ ഉടനെ. എന്താ കാരണം? കാലം വിഹായ, കാലമൊന്നും കാത്തിരിക്കേണ്ട, ഇപ്പൊ തന്നെ എന്റെ രോഗങ്ങളെയൊക്കെ നശിപ്പിച്ചു തരണേ. അല്ലയോ വണ്ടിൻ കൂട്ടത്തിന്റെ അഴകുള്ളതായ മഹാവിഷ്ണുവേ. എന്ത് ചെയ്തു? എല്ലാ ജനങ്ങൾക്കും ആലംബം എന്നല്ലേ അങ്ങയെ പറയുന്നത്? അങ്ങ് ഈ പ്രലംബനെ കൊല്ലിച്ചില്ലേ? അതുപോലെ തന്നെ എന്റെ ഉള്ളിലുള്ളതായ പ്രലംബാദികളെ പോലെ ദീർഘമായി നിൽക്കുന്ന ഈ രോഗത്തിനെ ഹരേ ഹരിച്ചു കളഞ്ഞാലും. ഇവിടെ ആ പദത്തിന്റെ പ്രത്യേകത എല്ലാ അക്ഷരത്തിലും രണ്ടാമത്തെ അക്ഷരം ലം എന്ന് വന്നു. പോരാതെ ഹരേ ഹരേഹേ എന്ന് പറഞ്ഞു. ഹരേ എന്ന് സംബോധന അല്ലെ, ഹരി ഹരി ഹരയ ഹേ ഹരേ എന്ന് സംബോധന. ഇവിടെ ഹരേഹേ എന്ന് പറഞ്ഞപ്പോ ഹൃദാതുവിന്റെ ലിംഗ് ലകാരം. ഹരേത് ഹരേതാം ഹരേയുഹു ഹരേഹേ, രണ്ടിന്റെ വ്യത്യാസം. ഈ ഹരേന്ന് ഷഷ്ടിയായിട്ട് പലയിടത്തും വരും. ഇവിടെ നമുക്ക് ക്രിയാരൂപം, അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. എന്താണ്? ലോലംബരുചേ ഹരേ, വണ്ടിൻ കാന്തിയോട് കൂടിയ മഹാവിഷ്ണു, അതായത് കറിവണ്ടിന്റെ നിറമുള്ളതായ വിഷ്ണു. ഭുവനാനാം ആലംബ, മുഴുവൻ ലോകത്തിനും ആശ്രയമായിട്ടുള്ള
ഏവം പ്രാലംബം നിധനം ആരചയന്, ഇങ്ങനെ പ്രലംബനെ സംബന്ധിച്ച വധമൊക്കെ ചെയ്യിച്ചില്ലേ, അങ്ങനെയുള്ള ഒന്ന് കാലം വിഹായ, കാലമൊന്നും കാത്തിരിക്കാതെ, സദ്യ ഉടനെ തന്നെ, ക്ലേശാൻ എന്റെ ക്ലേശങ്ങളെ, ഹരേഹേ ഹരിച്ചു കളഞ്ഞാലും ഇല്ലാതാക്കിയാലും. അവിടെ പദ്യത്തിന്റെ അഴക് തന്നെ ഹരേ ഹരേഹേ എന്നുള്ളതാണ്. ഹരേ എന്ന സംബോധന, ഹരേഹേ എന്ന ലിംഗിന്റെ മധ്യമപുരുഷൻ. ഒന്ന് ക്രിയ, ഒന്ന് ശബ്ദം. കണ്ടാ, അവിടെയാണ് അഴക് വെച്ച് പ്രയോഗിക്കാൻ. നല്ല വ്യാകരണ ശാസ്ത്രജ്ഞനാണ് ഭട്ടതിരിപ്പാട്. അതുകൊണ്ടാണ് ഇങ്ങനെ മനോഹരമായിട്ട് ചിത്രീകരിച്ചത്. ലോലംബ രുചേ ഹരേ ഭുവനാനാം ആലംബഃ ഏവം പ്രാലംബം നിധനം ആരചയന് കാലം വിഹായ സദ്യഃ ക്ലേശാൻ ഹരേഹേ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ ആരചയന് കാലം വിഹായ സദ്യോ ലോലംബരുചേ ഹരേ ഹരേ ക്ലേശാൻ. ആദ്യത്തില് ഹരേ എന്ന സംബോധന, രണ്ടാമത് ഹരേഹേ എന്ന ലിംഗ മധ്യമപുരുഷൻ ഏകവചനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു